അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്കൂൾ ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചിന് കൊണ്ടുവന്ന സിമ്പിൾ മന്തി സ്റ്റൈല് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അടുത്തുള്ള 5-8 പീസ് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോൾട്ടും ഗരം മസാല, പെപ്പർ പൗഡർ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതിലെടുത്ത് ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് സൺഫ്ലവർ ഓയിലിൽ ഇത് ഒന്ന് വറുത്തെടുക്കുക. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് അതിനുശേഷം വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യുക. ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ടാൽ മതി. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പെപ്പർ പൗഡർ, ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട് എല്ലാം ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അരമണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ബസുമതി റൈസ്. അത് ഇതിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു 3 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പ് വെള്ളം മതിയാവും. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ മിൻറ്റ് ലീഫ് ഇടുക, കൊറിയാണ്ടർ ലീഫ് ഇടുക, എല്ലാം കുറച്ച് ഇടുക. പിന്നെ മാഗി ക്യൂബ് 2 ക്യൂബ് ഇടുന്നുണ്ടെങ്കിൽ ഇടാം, ഇനി ഒന്നാണെങ്കിൽ ഒന്ന് നിങ്ങളെ ഇഷ്ടം പോലെ. ഇതൊക്കെ ഇട്ടതിന് ശേഷം മൂടി വെക്കുക. ഒരു 2 വിസിലായതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. സ്കൂളിലേക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. മയോണൈസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഹാപ്പി ആയിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഉപ്മാവും പുൽസയും അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിച്ച് കുട്ടികൾ സ്കൂളിലേക്ക് പോയി. ഒരാളെ വണ്ടി മിസ്സായിപ്പോയി. അപ്പുറം റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് ഉണ്ടാക്കി. ശേഷം ഞാൻ തിരിച്ച് എൻ്റെ ജോലിയിലേക്ക് കടന്നു. കുറച്ച് ബാക്കിയുള്ള ജോലികളൊക്കെ തീർത്തതിന് ശേഷം ഞാനൊരു കോഫി ഇട്ട് വെറുതെ ഞാൻ റെസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ഇരുന്നു. അപ്പം ഇതൊരു ഹാഫ് ഡേ ഇല്ല, ചെറിയൊരു സ്കൂൾ ഡേ വ്ളോഗാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും എൻ്റെ വ്ളോഗ് നിങ്ങൾ കാണുമെന്നും ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.